യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒട്ടേറെ കഥകൾ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ദൈവരാജ്യവുമായി നമ്മളെ സമരസപ്പെടുത്താൻ, ആ ദൈവരാജ്യം സ്വന്തമാക്കാൻ ഒട്ടേറെ വഴികൾ കഥകളിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഏറ്റവും സുന്ദരമായൊരു കഥയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ കഥ. 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ ജോലി. 6-ാം മണിക്കൂറിൽ അവൻ കണ്ടവരെയെല്ലാം ജോലിക്ക് കൂട്ടി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കണ്ടവരെല്ലാം അവൻ ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോയി. കഥയുടെ സമാപനത്തിൽ 12-ാം മണിക്കൂറിൽ അവസാനിക്കാനുള്ള പണിയുടെ തൊട്ടുമുമ്പ് 11-ാം മണിക്കൂറിലും അവൻ അവസാനം കണ്ടവരെയൊക്കെ വേലയ്ക്ക് പറഞ്ഞു വിട്ടു. ഈ കഥ സുന്ദരമാണ്, മനോഹരമാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് ഒരുങ്ങുന്ന ഏവരെയും അവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. തിരിച്ചു വ്യത്യാസം കൂടാതെ, പക്ഷപാതം കൂടാതെ അവൻ എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നു. ഇവിടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നത് കൊണ്ട് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഈശോ കൊടുക്കുന്നില്ല. ഇന്നലെ അവനെ കണ്ടവരെയും ഇന്നുവരെ അവൻ്റെ വചനം സ്വീകരിച്ചവരെയും അവൻ മാറ്റി നിർത്തിയില്ല. അവർക്കും അവൻ സ്വർഗരാജ്യം കൊടുക്കുന്നു. ജോലിക്കെത്തിയവർക്ക് കൂലി കൊടുത്തപ്പോൾ 11-ാം മണിക്കൂറിൽ വന്നവന് കിട്ടിയത് ഒരു ധനാറയാണ്, ഒരു ദിവസത്തിൻ്റെ കൂലി. പിന്നീട് മുന്നോട്ട് ആദ്യം വന്നവരിലേക്ക് എത്തുമ്പോൾ 6-ാം മണിക്കൂർ മുതൽ ജോലി ചെയ്ത ഒരു വലിയ പ്രതീക്ഷയിലാണ്. 11-ാം മണിക്കൂറുകാരന് ഒരു ധനാറ കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് 2-3 ഒക്കെ കിട്ടാം. പക്ഷേ യജമാനൻ അവർക്കും ഒരു ധനാറയെ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. അവസാനം വന്നവരെ ഉച്ചപ്പണിക്കാരായിട്ട് കണ്ടില്ല. എല്ലാവർക്കും ഓരോ ധനാറ. ഇതിൽ വിരളി പൂണ്ട, അസൂയ പൂണ്ട ആദ്യം വന്നവര് യജമാനെതിരെ പിറുപിറുക്കുകയാണ്. പകലിൻ്റെ അധ്വാനം മുഴുവൻ സഹിച്ച ഞങ്ങളെ വെയിലുകൊള്ളാത്ത യുവമാരുമായിട്ട് നീ തുലനം ചെയ്തല്ലോ. അതാണ് അവൻ്റെ വിഷമം. ഇത് ആവറേജ് ക്രിസ്ത്യാനിയുടെ വിഷമമാണ്. എനിക്ക് സ്വർഗരാജ്യം ഗ്യാരണ്ടീഡാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ചിലരുടെയൊക്കെ നടപ്പ്. അവർക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതിലും തെറ്റു പറയാൻ ഈശോയില്ല. പക്ഷേ എനിക്ക് ശേഷം ക്രിസ്തുവിനെ അറിഞ്ഞവന്, എനിക്ക് ശേഷം സുവിശേഷത്തിൽ വിശ്വസിച്ചവന്, എനിക്ക് ശേഷം സത്യദൈവത്തെയും സദ്വാർത്തയും തിരിച്ചറിഞ്ഞ് അവൻ്റെ വഴിയിലൂടെ പിന്നോട്ട് അവനെ അനുധാവനം ചെയ്തവൻ, പഴയ വഴികളും ജീവിതത്തിൻ്റെ പാപമേഖലകളും ഒഴിവാക്കി അവനെ സ്വന്തമാക്കിയവർക്ക് അവനൊരു ധനാറ കൊടുത്തപ്പം എനിക്കങ്ങോട്ട് പൊള്ളുക. പ്രിയപ്പെട്ടവരെ, അസൂയയുടെ ഭാവം, അഹങ്കാരത്തിൻ്റെ ഭാവം, താൻ പോരുമയുടെ ഭാവം, ഞാനെന്തോ വലിയ പുള്ളിയാണ് എന്നുള്ള വിചാരം, ഇതെടുത്തു മാറ്റാതെ സ്വർഗരാജ്യത്തിൽ സുഖമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കാകില്ല. എന്തേ നാം ഇത്ര ആകുലചിത്തരാകുന്നത്? എന്തേ നാം ഇത്ര അസ്വസ്ഥരാകുന്നത്? ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷൻ നഗരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ധ്യാനത്തിനൊക്കെ പലപ്പോഴും വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നാം കാണുന്നത് ഏറെയും ഹൈന്ദവരായിരുന്ന, ഇസ്ലാമികരായിരുന്ന, മറ്റു മതവിശ്വാസത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ
ആനപ്പുറത്ത് പണ്ട് കയറിയതിൻ്റെ തഴമ്പ് അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇങ്ങ് പിൻതലമുറയ്ക്ക് കൈമാറി കിട്ടുമെന്നും എൻ്റെ ചുവട്ടിലും തഴമ്പുണ്ട് എന്നുമൊക്കെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് മൂഢത്വമാണെന്ന് യേശു പറഞ്ഞു വെക്കുക. ഒരു ധനാറയ്ക്കാണല്ലോ ഞാൻ നിന്നോട് സമ്മതിച്ചത്, നിനക്കർഹതപ്പെട്ട ധനാറ നീ വാങ്ങിച്ചുകൊണ്ട് നീ പോവും. അവസാനം വന്ന ഇവനും ഒരു ധനാറ ഞാൻ കൊടുക്കുന്നെങ്കിൽ നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ കയ്യിലുള്ള എൻ്റെ മുതല് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് യജമാനന്റെ പ്രസ്താവന. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാം. എവിടേക്കോ തിരുത്താൻ ഒരുപാട് ബാക്കിയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. മറ്റുള്ളവരെ എന്നെക്കാളും വില കുറഞ്ഞവരായിട്ട് കാണുന്ന, എൻ്റെ പാരമ്പര്യം അവകാശപ്പെടാന്, എൻ്റെ അറിവ് താരതമ്യപ്പെടുത്താന്, അതിനൊന്നും നീ മുതിരേണ്ട കാര്യമില്ലെന്നേ. നിനക്കർഹതപ്പെട്ടത് നീ വാങ്ങിച്ചോ, ബാക്കി അവൻ തീരുമാനിക്കും. സ്വർഗരാജ്യം നീതിയുടെ ത്രാസിൽ വെച്ചിട്ട്, ന്യായത്തിൻ്റെ ത്രാസിൽ, യോഗ്യതയുടെ ത്രാസ് വെച്ച് കൂട്ടിയാൽ നമ്മളൊക്കെ ഒരുപക്ഷെ പണ്ടേ ഔട്ടാകത്തില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പലവട്ടം ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ദാനം അത് ഞാൻ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാനാകില്ല എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? മഞ്ഞപ്പിത്തം ബാധിച്ച കണ്ണുമായിട്ടാണ് നമ്മളെല്ലാവരിലേക്കും നോക്കുന്നത്. ഈ ലോകത്തിൽ ഞാനൊഴികെ ബാക്കി എല്ലാവരും തെറ്റാണ് എന്ന് പറയുന്നതിലൊരു സുഖമുണ്ട് നമുക്കെല്ലാവർക്കും. ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഫരിസേയൻ ഉറക്കെ പ്രാർത്ഥിച്ചത് അവൻ ചെയ്തു കൂട്ടിയ വീരകർമ്മങ്ങളെ കുറിച്ചാണ്. ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ചതിന്, സമ്പാദിച്ച സകലതിന് ദശാംശം കൊടുത്തതിന്, കൊലപാതകവും വ്യഭിചാരവും ചെയ്യാത്തതിന്, ആർക്കെതിരെയും അപവാദങ്ങളും ഇല്ലാക്കഥകളും പ്രചരിപ്പിക്കാത്തതിന്, നീതിമാനായിട്ട് ജീവിച്ചതിന്, അക്രമരഹിതനായിട്ട് ജീവിച്ചതൊക്കെ എൻ്റെ പുണ്യമാണ്. കൂട്ടത്തില് തൊട്ടുപുറകിൽ നിന്ന് ആ ചുങ്കക്കാരനായിട്ടൊരു തോണ്ടുകൂടെ. ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ, എല്ലാം കൃത്യമാണ്. പള്ളിമുറ്റത്ത് നിന്ന് തമ്പുരാനെ ഒന്ന് നോക്കിയിട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച ചുങ്കക്കാരന് ദൈവം സ്വർഗം കൊടുത്തു. കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായ അവൻ ഭവനത്തിലേക്ക് മടങ്ങിയെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പള്ളിക്കകത്ത് വലിയ പുള്ളികളായിട്ട് ഇപ്പോഴും ഇരിക്കുക. വിശുദ്ധ കുർബാനയുടെ മധ്യ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ തമ്പുരാന് ഇറങ്ങി വന്ന് സ്വന്തം ശരീരരക്തങ്ങൾ മുറിച്ചു നൽകുന്ന ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു കാഴ്ചക്കാരൻ്റെ കൗതുകത്തോടെ തഴമ്പ് പരിശോധിച്ചിട്ടുകൊണ്ടിരിക്കുക. കുർബാന സ്വീകരിക്കാൻ നേരമില്ല, സന്ധ്യാപ്രാർത്ഥനയല്ല നേരമില്ല. പള്ളിയുടെ പരിസരത്ത് കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും കയറിയിരുന്നാൽ ക്രിസ്ത്യാനിയായെന്ന് വല്ലാണ്ടങ്ങോട്ട് ഞെളിയുക. നമ്മൾ മാറ്റം വരുത്തണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ചെയ്തികളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ ചിന്താധാരകളിലൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. സ്വർഗരാജ്യം ബലവശ്യമാണെന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം കയറി ചെല്ലാൻ പറ്റുന്ന സ്ഥലമല്ലത്. അവൻ നിശ്ചയിച്ചിരിക്കുന്ന ചില യോഗ്യതയുടെ മാനദണ്ഡങ്ങളുണ്ട്. അതില് ആഴമായ വിശ്വാസം വേണം, പരപ്പാർന്ന ബോധ്യങ്ങൾ വേണം, പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനുള്ള തുറവിയുള്ള മനസ്സ് വേണം, ഞാൻ ഒന്നുമല്ലേ എന്ന് ഏറ്റുപറയാനുള്ള എളിമ വേണം. ഇതാണ് ഇന്ന് നമുക്ക് പലർക്കും ഇല്ലാതെ പോയത്. ഇതുള്ളത് കൊണ്ടാണ് ഇന്നലെ വന്ന
പലരും ക്രിസ്തുവിൻ്റെ അവകാശങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും നേടുന്നത്. നമുക്ക് കുർബാന ഒരു അനുഭവമായിട്ട് പോലും തോന്നാത്തതിൻ്റെ കാരണം നമുക്ക് പാരമ്പര്യമേ ഉള്ളൂ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളില്ല നമുക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുനർവായനയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. 1-ാം മണിക്കൂറിൽ വന്ന് കയറി അങ്ങോട്ട് ഇരിക്കുക. പകലിൻ്റെ അധ്വാനം മുഴുവനും സഹിച്ചു എന്നങ്ങോട്ട് അവകാശപ്പെടുക. അർഹതയുള്ളതെല്ലാം നമ്മൾക്ക് തമ്പുരാൻ വാരിക്കോരി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ അർഹത തീരുമാനിക്കാൻ നീ ആളല്ല എന്ന് മാത്രമേ തമ്പുരാൻ പറഞ്ഞുള്ളൂ. അത് നാം തിരിച്ചറിയണ്ടേ. കുറ്റം വിധിക്കലിൻ്റെ കരങ്ങൾ അവരുടെ നേരെ നീട്ടാൻ, അവനെ വിരൽ ചൂണ്ടി നീ കുറ്റവാളിയാണെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് നാം തിരിച്ചറിയണം. കർത്താവേ, നിന്റെ അനന്തമായ കൃപയുടെ കടാക്ഷം, നിന്റെ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത നിർജ്ജരി, നിന്റെ അനുഗ്രഹത്തിൻ്റെ പൂമഴ എന്നിലേക്കൊഴുക്കി രക്ഷ എനിക്ക് നിഷേധിക്കരുതേ ഈശോയെ എന്ന്. നിന്റെ സ്വർഗരാജ്യം നേടാൻ എന്നെ ഒരിക്കലും മാറ്റി നിർത്തരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ നീ മനസ്സായെങ്കിൽ മാത്രം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചൊരു ചിന്തയുണ്ടല്ലോ, നല്ല ഇടയൻ്റെ കഥയിൽ നമ്മൾ പറഞ്ഞു വെച്ചില്ലേ, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിയിറങ്ങുന്ന ഇടയൻ്റെ ചിത്രം സുന്ദരമാണ്, മനോഹരമാണ്. ദൈവം നമ്മളെ തേടി വരും. പക്ഷേ ആടിനൊരു പണിയുണ്ട്, ആടിനൊരു റോളുണ്ട്, ഉറക്കെ കരയാനുള്ള റോള്. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു റോള്. ഇത് നഷ്ടപ്പെടുമ്പം, ഇത് മറന്നു പോകുമ്പം ക്രിസ്ത്യാനിയുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ കവാടം എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ മുമ്പിൽ യോഗ്യത മാനദണ്ഡമല്ല പ്രിയപ്പെട്ടവരെ, അവൻ്റെ കരുണ മാത്രമാണ് നമ്മുടെ യോഗ്യത തീരുമാനിക്കുന്നത്. ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മൾ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.